5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. ഇതുവരെ ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല. നിനക്ക് സങ്കടം വരുന്ന ഒരു വർത്താനം പറഞ്ഞിട്ടുമില്ല. കേട്ടതൊക്കെ കള്ളക്കഥകളാകണമെന്ന് പേരറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിന്നെ നേരിൽ കാണുന്നതിന് മുമ്പേ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയവളാണ് ഞാൻ. എൻ്റെ ചെറു മരുമകളായി മനസ്സിൽ താലോലിച്ചവളാണ് ഞാൻ. നീ ആരെന്നോ എന്തെന്നോ അറിയുന്നതിന് മുമ്പ് നിന്നെ സ്വന്തമാക്കാൻ കൊതിച്ചവളാണ് ഞാൻ. കാരണം നീ എൻ്റെ ആദ്യമോൻ സ്നേഹിച്ച പെണ്ണായിരുന്നു. ആ ഒരൊറ്റ പരിഗണന മാത്രമായിരുന്നു എനിക്ക് നിന്നോട്. അതിനപ്പുറം എനിക്ക് നിന്നെക്കുറിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. നീ കളക്ടറുടെ മകളോ കാശുകാരിയോ സുന്ദരിയോ അല്ലായിരുന്നെങ്കിൽ പോലും നിന്നെ 2 കൈ നീട്ടി ഞാൻ സ്വീകരിക്കുമായിരുന്നു. എന്റെ ആദ്യമോന്റെ മനസ്സ് കീഴടക്കിയ പെണ്ണിന്റെ രൂപം ഭാവനയിൽ കണ്ട് എത്രയോ രാത്രികൾ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. അവന്റെ കയ്യും പിടിച്ച് നീ വന്ന് കയറുന്ന ദിവസം സ്വപ്നങ്ങളിൽ കണ്ട് ഞാൻ സന്തോഷിച്ചു. എന്തിന്? നിന്നോട് ആദ്യം പറയേണ്ട വാചകം, നിന്റെ കയ്യിൽ എടുത്തു തരേണ്ട നിലവിളക്ക്, നിനക്കാദ്യം ഉണ്ടാക്കി തരേണ്ട ഭക്ഷണം ഒക്കെ ഞാൻ മനസ്സിൽ ഒരുക്കി വെച്ചിരുന്നത്. ഒടുക്ക ഓർക്കാപ്പുറത്ത് നീ വന്ന് കയറിയപ്പോ എന്റെ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറം നീ സുന്ദരിയാണെന്ന് കണ്ടവരോടൊക്കെ ഞാൻ മീമ്പ് പറഞ്ഞു. ഇത്രയും സ്വഭാവ ഗുണമുള്ള ഒരു പെണ്ണിനെ എന്റെ ആദ്യക്കുട്ടിന് കിട്ടിയത് പൂർവജന്മ സുഹൃതമാണെന്ന് കണ്ണുടച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു. എന്തിന്? മച്ചകത്തിരിക്കുന്ന ഭഗവതിക്ക് തുല്യാണ് നീ എന്ന് പോലും ഞാൻ പറഞ്ഞു. എല്ലാം എന്റെ ആദ്യക്കുട്ടിന് വേണ്ടിയായിരുന്നു. അവനെ നീ സ്നേഹിക്കുന്നു എന്ന തെറ്റിദ്ധാരണയിലായിരുന്നു. കൈക്കുമ്പിളിലല്ലേ അവൻ നിന്നെ കൊണ്ടു നടന്നത്? പിന്നെ എന്തിനാണ് നീ അവനോട് ഈ ചതി ചെയ്തത്? ആ കടപ്പുറത്തുകാരി അവിടെ വന്ന് ഓരോ തവണ ബഹളമുണ്ടാക്കുമ്പോഴും തെളിവുകൾ നിരത്തി നീ അവരുടെ മകന്റെ കാമുകിയാണെന്ന് പറയുമ്പോഴും എന്തിന്? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അവന്റേതാണെന്ന് വിളിച്ചു കൂവിയിട്ട് പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അവരെ എല്ലാം ഞാൻ ആട്ടിപ്പുറത്താക്കി. എന്റെ ആമിയും ഗോമതിയും ചേർന്ന് നിനക്കെതിരെ സമരം ചെയ്തപ്പോഴും ഞാൻ നിന്റെ കൂടെ നിന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞാൻ കാത്തു. കണ്ണിൽ കണ്ട കാഴ്ചകളിലൊക്കെയും ചെവിയിൽ കേട്ട വാർത്തകളിലൊക്കെയും നിന്റെ ശരി മാത്രം ഞാൻ ചകഞ്ഞെടുത്തു. ആ എന്നോട് നീ എന്തിനായിരുന്നടി ഇത്രയും വലിയ ക്രൂരത? ചിരിച്ചുകൊണ്ടിങ്ങനെ ചതിക്കുന്നതിൽ ഭേദം ഉറങ്ങിക്കിടക്കുമ്പോ കഴുത്ത് ചിരിച്ച് കൊല്ലായിരുന്നില്ലേ? അല്ലെങ്കിൽ ആഹാരത്തിലൊരു ഇത്തിരി വിഷം തന്നൂടായിരുന്നു? ഇതിലും എത്രയോ ഭേദമായിരുന്നത്. പോട്ടെ, കഴിഞ്ഞതെല്ലാം പോട്ടെ. പക്ഷെ ഇപ്പൊ കഥയെത്തി നിൽക്കുന്നത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത ഒരിടത്താ. നിനക്ക് വേണ്ടി എന്റെ ആദ്യക്കുട്ടൻ സ്വയം ബലിയാടാകാൻ പോകുന്നു. നിനക്ക് വേണ്ടി അവൻ ആ കൊലക്കുറ്റം ഏറ്റെടുത്തു. ആ കടപ്പുറത്തുകാരനെ കൊന്നത് നീയാണെന്ന് എനിക്കറിയാം. ആ വിവരം അവനും അറിയാം. അതറിയാവുന്നത് കൊണ്ടാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി അവൻ ആ കുറ്റം സ്വയം ഏറ്റെടുത്തത്. വിളിച്ചു പോകരുത് അങ്ങനെ എന്നെ. നീ ആ ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടാ അവസാനം നിന്നെ കാണാൻ ഞാനിവിടെ വന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിനക്കവനെ തള്ളിപ്പറയുകയോ നിയമം പോലെ ഒഴിവാക്കുകയോ എന്തു വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നിന്റെ ഇഷ്ട. പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് എന്റെ കുഞ്ഞിനെ പ്രതിയാക്കിയാലുണ്ടല്ലോ,
അത്രയും സഹിച്ചു തരാൻ മാത്രം ഉദാര മനസ്കയൊന്നും അല്ല ചെമ്പകശ്ശേരി ജയശങ്കരി അമ്മ. ഞാൻ ജീവിക്കുന്നതേ എന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാ. അവരെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കും. ചങ്കു പറിച്ചു കൊടുത്ത് സംരക്ഷിക്കും. അവരെ ചതിക്കുന്നവരെ കൊന്നുകളയാനും എനിക്ക് മടിയില്ല. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, വെറുതെ വിടില്ല നിന്നെ ഞാൻ. അവനെ സ്നേഹിക്കാത്ത നിന്നെ അവനും വേണ്ട. പക്ഷേ നിനക്ക് വേണ്ടി ജീവിതം പാഴാക്കി കളയാൻ ഇനി ഞാൻ അവനെ സമ്മതിക്കില്ല. ഇത്രയും കാലം നിന്നെ പാടിപ്പോഴ്ത്തിയ എന്റെ നാവ് കൊണ്ട് തന്നെ നിന്നെ ഞാൻ ശപിക്കുക. ആ പാവത്തെ ചതിച്ച നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല. പറഞ്ഞില്ലേ, ഞാൻ നിന്റെ മുത്തശ്ശിയല്ല, ഞാൻ ആദിയുടെ മുത്തശ്ശിയാ. നിനക്ക് വേണ്ടാത്ത നിന്നെയും വേണ്ടാത്ത ചെമ്പകശ്ശേരിയിലെ ആദിത്യന്റെ മുത്തശ്ശി. മച്ചകത്തെ ഭഗവതിയല്ല. നീ ഇപ്പൊ എന്റെ മനസ്സിൽ മൂദേവിയാ, വെറും മൂദേവി. എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ കരുന്നുകൾ വീഴ്ത്താൻ ഇനി ഒരിക്കലും നിന്നെ ഈ വഴി കണ്ടുപോകരുത്.